പ്രൊജക്ഷൻ തിയറം. പ്രൊജക്ഷൻ തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് ആദ്യം പറയാം. ലെറ്റ് വെക്റ്റർ യു ആൻഡ് വെക്റ്റർ എ be two vectors in n space Rn with vector A not equal to 0 vector. Then vector u equals vector w1 plus vector w2, where w1 is a scalar multiple of vector A, and vector w2 is a vector orthogonal to വെക്റ്റർ എ. ഇതാണ് പ്രൊജക്ഷൻ തിയറം. വെക്റ്റർ എയും വെക്റ്റർ യുവും രണ്ട് വെക്റ്റേഴ്സ് ആണ് എൻ സ്പേസിലെ. അതിൽ വെക്റ്റർ എ എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ആണ്, 0 വെക്റ്റർ അല്ലാത്ത വെക്റ്റർ ആണ്. അങ്ങനെയെങ്കിൽ ഈ പ്രൊജക്ഷൻ തിയറം പറയുന്നത് നമുക്ക് യുവിനെ രണ്ട് വെക്റ്റേഴ്സിന്റെ സമ്മായിട്ട് എഴുതാം. അതിൽ ഒരെണ്ണം w1 എന്ന് പറയുന്നത് എയുടെ സ്കേലാർ മൾട്ടിപ്പിൾ ആയിരിക്കും, എന്ന് വെച്ചാൽ എയോട് പാരലൽ ആയിരിക്കും. w1 എന്ന് പറയുന്നത് എയോട് പാരലൽ ആയിരിക്കും. മറ്റേ വെക്റ്റർ, രണ്ടാമത്തെ വെക്റ്റർ w2 എന്ന് പറയുന്നത് എയ്ക്ക് ഓർത്തോഗണൽ ആയിരിക്കും, എന്ന് വെച്ചാൽ എയോട് പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പൊ എ എന്ന് പറയുന്ന വെക്റ്ററിനോട് പാരലായ ഒരു വെക്റ്ററിന്റെയും എയോട് പെർപെൻഡിക്കുലർ ആയ ഒരു വെക്റ്ററിന്റെയും സമ്മായിട്ട് നമുക്ക് യുവിനെ എഴുതാൻ പറ്റും എന്നതാണ് പ്രൊജക്ഷൻ തിയറം. അപ്പോൾ അത് നമുക്ക് ഡയഗ്രാം വെച്ച് പറഞ്ഞാൽ ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ഈ റെഡ് ലൈനിൽ കാണിച്ചിരിക്കുന്നത് യു എന്ന് പറയുന്ന വെക്റ്റർ ആണെന്നിരിക്കട്ടെ, റെഡ് കളറിൽ കാണിച്ചേക്കുന്നത് യു എന്ന വെക്റ്റർ, ഈ ഹൊറിസോണ്ടലായിട്ട് കൊടുത്തേക്കുന്ന എ എന്ന വെക്റ്ററുമാണെന്നിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ യുവിനെ എയിലോട്ട് പ്രൊജക്റ്റ് ചെയ്യാം. അതായത് നമ്മൾ ഈ എൻഡിൽ നിന്ന്, യുവിന്റെ എൻഡിൽ നിന്ന് എയിലോട്ട് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നിരിക്കട്ടെ. ആ പെർപെൻഡിക്കുലറിന്റെ ചുവട് വരെ ഈ യുവിന്റെ ഇനിഷ്യൽ പോയിന്റിൽ നിന്ന് ഒരു വെക്റ്റർ എടുത്താൽ ആ വെക്റ്ററിനെ w1 എന്ന് വിളിക്കുക. അപ്പൊ ഇത് യുവിനെ നമ്മൾ എയിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുവാണ്. അപ്പൊ ശരിക്കും ഈ w1ഉം യു എ എന്ന് പറയുന്ന വെക്റ്ററും പാരലൽ അല്ലേ? എയുടെ മുകളിൽ തന്നെയല്ലേ w1 വന്നേക്കുന്നത്. അപ്പൊ എയും w1ഉം പാരലൽ ആയതുകൊണ്ട് w1 എന്ന് പറയുന്നത് എയുടെ ഒരു സ്കെലാർ മൾട്ടിപ്പിൾ ആയിരിക്കും. ഇനി എന്ത് ചെയ്യുക? ഈ യുവിന്റെ ഇനിഷ്യൽ പോയിന്റിൽ നിന്ന് ഈ എയ്ക്ക് പെർപെൻഡിക്കുലർ ആയ ഒരു ലൈൻ മുകളിലോട്ട് വരയ്ക്കുക. എന്നിട്ട് ഈ യുവിന്റെ എൻഡിൽ നിന്ന് ഹൊറിസോണ്ടലായിട്ട് ലെഫ്റ്റിലോട്ട് ആ ലൈനിലോട്ട് വരയ്ക്കുക. അപ്പൊ അവിടെ വരെയുള്ള വെക്റ്റർ ഈ ഇവിടെ നിന്നും ഈ ഇനിഷ്യൽ പോയിന്റിൽ നിന്നും ഇവിടെ വരെ ഇത് ഈ പോയിന്റ് ടെർമിനൽ പോയിന്റ് ആകത്തക്ക രീതിയിൽ ഈ വെക്റ്റർ എടുക്കുക. അതിനെ w2 എന്നും വിളിക്കുക. അങ്ങനെയാണെങ്കിൽ പാരലലോഗ്രാം ലോ ഓഫ് വെക്റ്റർ അഡീഷൻ വെച്ചിട്ട് നമുക്കറിയാലോ ഈ വെക്റ്റർ യു എന്ന് പറയുന്നത് w1ന്റെയും w2ന്റെയും സമ്മായിരിക്കുമെന്ന്, പാരലലോഗ്രാം ലോ ഓഫ് വെക്റ്റർ അഡീഷൻ വെച്ചിട്ട്. കൂടാതെ w1 എന്ന് പറയുന്നത് വെക്റ്റർ എയുടെ ഒരു സ്കെലാർ മൾട്ടിപ്പിൾ ആയിരിക്കും. കൂടാതെ w2 എന്ന് പറയുന്നത് ഇതിനോട് ഓർത്തോഗണലും ആയിരിക്കും, പെർപെൻഡിക്കുലറും ആയിരിക്കും എയോട്. അപ്പൊ ഇതാണ് ജോമെട്രിക്കലി പ്രൊജക്ഷൻ തിയറത്തിന്റെ മീനിങ്. അതാണ്. ഇനി നമുക്കിതിന്റെ പ്രൂഫ് നോക്കാം. അപ്പൊ ഇവിടെ നമുക്ക് വേണ്ടുന്നത് ഒരു w1ഉം w2ഉം കണ്ടെത്തുക എന്നുള്ളതാണ്. യു എയും നമുക്കറിയാം. അത് ഉപയോഗിച്ചുകൊണ്ട് യുവും എയും ഉപയോഗിച്ചുകൊണ്ട് w1 കണ്ടുപിടിക്കണം, w2 കണ്ടുപിടിക്കണം. അങ്ങനെ കണ്ടുപിടിക്കുന്ന w1 എന്ന് പറയുന്നത് എയുടെ സ്കെലാർ മൾട്ടിപ്പിൾ ആയിരിക്കണം, w2 എന്ന് പറയുന്നത് എയ്ക്ക് ഓർത്തോഗണൽ ആയിരിക്കണം. അപ്പൊ ആദ്യം നമുക്ക് w1 കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. w1 നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ w2 കണ്ടുപിടിക്കാമല്ലോ. w1ന്റെയും w2ന്റെയും സമ്മാണ് വെക്റ്റർ യു. അപ്പോൾ w1 നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ w2 is equal to u minus w1 എന്ന് എടുത്താൽ മതിയല്ലോ. യു നമുക്കറിയാം, w1 കൂടെ കിട്ടിയാൽ അവരെ തമ്മിൽ സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് w2ഉം കിട്ടും. പിന്നെ ആ കിട്ടിയ w2 എയ്ക്ക് ഓർത്തോഗണൽ ആണെന്ന് നമ്മൾ ഉറപ്പുവരുത്തിയാൽ മതി. അപ്പൊ ആദ്യം നമുക്ക് w1 കണ്ടെത്താൻ ശ്രമിക്കാം.
W1 എന്ന് പറയുന്നത് എയുടെ മൾട്ടിപ്പിൾ ആകണം എന്നതുകൊണ്ട് സിൻസ് W ഈസ് ടു ബി എ മൾട്ടിപ്പിൾ, എ സ്കേലാർ മൾട്ടിപ്പിൾ ഓഫ് വെക്ടർ എ, W1 എന്ന് പറയുന്നത് വെക്ടർ എയുടെ ഒരു സ്കേലാർ മൾട്ടിപ്പിൾ ആകേണ്ടത് കൊണ്ട്, അങ്ങനെ ആകത്തക്ക രീതിയിലാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അങ്ങനെ ആകേണ്ടത് കൊണ്ട് എന്ത് പറയാം, വി ഹാവ് വെക്ടർ W1 is equal to k into vector A for some scalar k. അപ്പൊ ഇനി നമ്മുടെ ജോലി k കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. a എന്ന വെക്ടർ ഗിവണ, യും എയും ഗിവണ. അപ്പൊ ഇനി k കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ a ഇൻറ്റു k എന്ന് എടുത്താൽ മതി W1 കിട്ടാൻ. എന്നിട്ട് W1നെ യുവിന് സബ്ട്രാക്ട് ചെയ്താൽ മതി W2 കിട്ടാൻ. അപ്പൊ ഇനി നമ്മുടെ ജോലി k കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിനുവേണ്ടി സിൻസ് നമുക്ക് കണ്ടെത്തേണ്ട u എന്ന് പറയുന്നത് W1 പ്ലസ് W2, u എന്ന് പറയുന്നത് W1 പ്ലസ് W2 ആകേണ്ടത് കൊണ്ട് നമുക്ക് W1ന് പകരം k എന്ന് എഴുതിയാൽ KA പ്ലസ് W2 എന്നാകും. ഇതിന്റെ രണ്ട് സൈഡിലും എയുമായി ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുന്നു, അല്ലെങ്കിൽ u എന്ന് പറയുന്നത് ഇതായതുകൊണ്ട് u ഡോട്ട് എ എന്ന് കണ്ടു നോക്കാം. u ഡോട്ട് എ ഇസ് ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ എഴുതാം, കെ എ പ്ലസ് W2, അതാണല്ലോ u, കെ എ പ്ലസ് W2, അതെ ഡോട്ട് എ, u ഡോട്ട് എ എന്നാണ്. അപ്പൊ u എന്ന് പറയുന്നത് കെ എ പ്ലസ് W2 ആണ്. അതുമായി എ എന്ന വെക്ടർ വെച്ച് ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക. ഈക്വൽസ് നമുക്കിത് ഓപ്പൺ ചെയ്യാം. ആദ്യം ഇങ്ങനെ കെ എ ഡോട്ട് എ പ്ലസ് W2 ഡോട്ട് എ. നമുക്ക് കണ്ടുപിടിക്കേണ്ട W2 എന്ന് പറയുന്ന വെക്ടർ എ എന്ന വെക്ടറിന് ഓർത്തോഗണലാണ്. ആയതുകൊണ്ട് ഓർത്തോഗണൽ വെക്ടേഴ്സിന്റെ പ്രോപ്പർട്ടി എന്തുവാ, അവരുടെ ഡോട്ട് പ്രൊഡക്റ്റ് 0 ആയിരിക്കും. W2 എന്ന് പറയുന്നത് എയ്ക്ക് ഓർത്തോഗണൽ ആയതുകൊണ്ട് W2 ഡോട്ട് എ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പൊ നമുക്ക് ഈ W2 ഡോട്ട് എ എന്നുള്ളതിന് പകരം 0 എന്ന് എഴുതാം. അതേപോലെ എ ഡോട്ട് എ, ഒരു വെക്ടറിന് അതുമായുള്ള ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അതിന്റെ നോമിന്റെ സ്ക്വയർ ആണ്. എ ഡോട്ട് എ എന്നുള്ളതിന് പകരം നോം എ സ്ക്വയർ എന്ന് എഴുതാം. അപ്പൊ ഇതിങ്ങനെയാവും കെ ഇൻറ്റു എ ഡോട്ട് എ എന്നുള്ളത് നോം എ സ്ക്വയർ എന്നാകും, പ്ലസ് W2 ഡോട്ട് എ എന്നുള്ളത് 0 എന്നുമാകും. ദറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു നോം എ സ്ക്വയർ. അപ്പൊ ഇതിൽ നമുക്ക് കെയ്ക്ക് ഒരു ഫോർമുല ഉണ്ടാക്കാം. കെയും നോം എ സ്ക്വയറുടെ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതാണ് യു ഡോട്ട് എ. ദെയർഫോർ കെയുടെ ഫോർമുലയായി കെ ഇസ് ഈക്വൽ ടു യു ഡോട്ട് എ ഡിവൈഡഡ് ബൈ നോം എ സ്ക്വയർ. ഈ ഫോർമുല കാണാതെ പഠിച്ചു വെക്കണം. ഇതാണ് നമ്മളുടെ കെ എന്ന സ്കെയർ. കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് W1 ആയി. W1 എന്ന് പറയുന്നത് കെ എ ആണ്. അപ്പോൾ കെ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇതാണ്, യു ഡോട്ട് എ ഡിവൈഡഡ് ബൈ നോം എ ദ ഹോൾ സ്ക്വയർ. ദസ് W1 ഈക്വൽസ് കെ ഇൻറ്റു എ എന്നായിരുന്നു. കെയ്ക്ക് വരെ നമുക്കിത് എഴുതാം. അപ്പോൾ യു ഡോട്ട് എ ഡിവൈഡഡ് ബൈ നോം എ സ്ക്വയർ ദ ഹോൾ ഇൻറ്റു വെക്ടർ എ. ഈ ഫോർമുല അനുസരിച്ച് W1 is equal to KA എന്നതനുസരിച്ച്. അപ്പോൾ W1 കിട്ടി. ഇനി നമുക്ക് W2 കാണാം. W2 is equal to എന്താണ്, U മൈനസ് W1. അതെങ്ങനെ കിട്ടി? U എന്ന് പറയുന്നത് W1 പ്ലസ് W2 ആണ്. W1 ഉം W2 ആഡ് ചെയ്താൽ കിട്ടുന്നത്. അപ്പോൾ W2 കിട്ടാൻ യുവിൽ നിന്ന് W1 സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു U മൈനസ് W1 നമ്മളിവിടെ കണ്ടുവച്ചിട്ടുണ്ടല്ലോ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. U ഡോട്ട് എ ഡിവൈഡഡ് ബൈ നോം എ സ്ക്വയർ ഇൻറ്റു വെക്ടർ എ. ദിസ് ഈസ് W2. ഇത് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ വേണം ഈ ഫോർമുല പഠിച്ചു വെക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ പഠിച്ചാലും മതി. ഈ W2 എന്ന് പറയുന്നത് U മൈനസ് W1 ആണെന്ന് അറിഞ്ഞാലും മതി. W1ന്റെ ഫോർമുല കാണാതെ അറിയണം എന്തായാലും. W1 എന്ന് പറയുന്നത് U ഡോട്ട് എ ബൈ നോം എ സ്ക്വയർ ഇൻറ്റു വെക്ടർ എ എന്നാണ്. W2 എന്ന് പറയുന്നത് U മൈനസ് W1 ആണ്.
അല്ലെങ്കിൽ യു മൈനസ് യു ഡോട്ട് എ ഡിവൈഡഡ് ബൈ നോം എ സ്ക്വയർ ഇൻറ്റു വെക്ടർ എ. ഇനി നമുക്ക് ഈ കിട്ടിയ W2 എന്ന് പറയുന്നത് എക്ക് ഓർത്തോഗണൽ ആണോ എന്നും കൂടി ഉറപ്പുവരുത്തണം. അതിന് അവരുടെ ഡോട്ട് പ്രൊഡക്റ്റ് 0 ആണെന്ന് കാണിക്കണം. W2 ഡോട്ട് എ ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടണം. നോക്കാം. നമുക്ക് കിട്ടിയ W2 എന്ന് പറയുന്നത് യു മൈനസ് കെ എ എന്നാണ്. യു മൈനസ് കെ എ എന്നാണ്, അല്ലെങ്കിൽ യു മൈനസ് കെ എന്ന് പറയുന്നത് ഇതാണ്. സൗകര്യത്തിന് തൽക്കാലം നമുക്ക് കെ എന്ന് തന്നെ എഴുതാം, പിന്നെ കെക്ക് വില കൊടുക്കാം. യു മൈനസ് കെ എ ഡോട്ട് എ ഈക്വൽസ്, നമുക്കതിനെ ഇങ്ങനെ എഴുതാം, യു ഡോട്ട് എ, ഇത് ഓപ്പൺ ചെയ്യാം, യു ഡോട്ട് എ മൈനസ് കെ എ ഡോട്ട് എ ഈക്വൽസ് യു ഡോട്ട് എ മൈനസ് കെ ഇൻറ്റു എ ഡോട്ട് എ എന്നുള്ളതിന് പകരം നോം എ സ്ക്വയർ എന്ന് എഴുതാം. ഇനി നമുക്ക് ആ കെയ്ക്ക് വില ഇട്ട് കൊടുക്കാം. കെയ്ക്ക് പകരം കെയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ ഈ ബ്രാക്കറ്റിലുള്ള ക്വാണ്ടിറ്റിയാണ് കെ. കെ എന്ന് പറയുന്നത് യു ഡോട്ട് എ ബൈ നോം എ സ്ക്വയർ എന്നാണ്. അതിവിടേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു യു ഡോട്ട് എ മൈനസ് കെയ്ക്ക് പകരം യു ഡോട്ട് എ ഡിവൈഡഡ് ബൈ നോം എ സ്ക്വയർ ഇൻറ്റു നോം എ സ്ക്വയർ, ഇവിടെ ഉള്ള നോം എ സ്ക്വയർ. അപ്പോൾ ഈ നോം എ സ്ക്വയർ ക്യാൻസൽ ആയി പോവും. ബാക്കി യു ഡോട്ട് എ മൈനസ് യു ഡോട്ട് എ, യു ഡോട്ട് എ മൈനസ് ഇവിടെ ഉള്ള യു ഡോട്ട് എ, യു ഡോട്ട് എ മൈനസ് അത് തന്നെയല്ലേ. സോ ദിസ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് W2ഉം എയുമായുള്ള ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 0 കിട്ടി. അതുകൊണ്ട് W2 ഈസ് ഓർത്തോഗണൽ ടു വെക്ടർ എ. അപ്പോൾ ഇവിടെ കണ്ടുപിടിച്ച ഈ W1ഉം W2ഉം യുണീക്ക് വെക്ടേഴ്സ് ആയിരിക്കുമേ, ഒന്നിലധികം ചോയ്സ് ഇല്ല. ഈ നമ്മൾ കണ്ടുപിടിച്ച W1 എന്ന് പറയുന്നത് യുണീക്ക് ആണ്. W1 കാണാൻ ഒരേ ഒരു ഫോർമുലയേ ഉള്ളൂ, അത് യു ഡോട്ട് എ ബൈ നോം എ സ്ക്വയർ ഇൻറ്റു വെക്ടർ എ എന്നാണ്. എന്തുകൊണ്ട് അത് യുണീക്ക് ആകുന്നത്? നമുക്ക് കെയ്ക്ക് ഇവിടെ ഒരു വിലയേ കിട്ടിയുള്ളൂ. നമുക്ക് ഒരു യു എയും തന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ യു ഡോട്ട് എ ബൈ നോം എ സ്ക്വയർ എന്ന് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു വാല്യൂ, ഒരു യുണീക്ക് വാല്യൂ കിട്ടത്തുള്ളൂ. സോ ദിസ് ഈസ് ദ ഓൺലി വാല്യൂ ഫോർ കെ. നമ്മൾ ഈ കണ്ടുപിടിച്ച കെ ആണ് ദ ഓൺലി വാല്യൂ ഫോർ കെ. അതുകൊണ്ട് ഈ W1ന്റെ ഈ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് യുണീക്ക് ആയിരിക്കും. ഒന്നിലധികം രീതി നമുക്ക് യുവിനെ ഡീകമ്പോസ് ചെയ്യാൻ പറ്റത്തില്ല. വേറൊരു W1ന്റെയും വേറൊരു W2ന്റെയും സമ്മായിട്ട് നമുക്ക് ഇതേ യുവിനെ എഴുതാൻ പറ്റത്തില്ല. ഈ എക്സ്പ്രഷൻ യുണീക്ക് കൂടിയാണ്. അതേപോലെ ഇവിടെ W2ന് നമുക്ക് കെ യുണീക്ക് ആയതുകൊണ്ട് തന്നെ W2നും ഒരു വിലയേ ഉള്ളൂ. യുവും എയും ഫിക്സ്ഡ് ആണല്ലോ, നമുക്ക് തന്നേക്കുന്ന ആളുകൾ. അപ്പോൾ അവരെ വെച്ച് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്താൽ W2ന് നമുക്ക് ഒരു വെക്ടറേ കിട്ടത്തുള്ളൂ ആൻസർ ആയിട്ട്. അതുകൊണ്ട് W2ഉം യുണീക്ക് ആണ്. അപ്പോൾ ഈ ഫോർമുലകൾ കാണാതെ അറിഞ്ഞിരിക്കണം. W1ന്റെ ഫോർമുല പ്രൂഫ് കഴിഞ്ഞ് ഇനി ഫോർമുലകൾ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി അറിയണം. W1 എന്ന് പറയുന്നത് എന്താണ്? യു ഡോട്ട് എ ഡിവൈഡഡ് ബൈ നോം എ സ്ക്വയർ ഇൻറ്റു വെക്ടർ എ. ഇതിനൊരു പേരുണ്ട്. ഇതിനെ നമ്മൾ വെക്ടർ കമ്പോണൻറ്റ് ഓഫ് വെക്ടർ യു അലോങ് വെക്ടർ എ എന്നറിയപ്പെടുന്നു. വെക്ടർ കമ്പോണൻറ്റ് ഓഫ് വെക്ടർ യു, വെക്ടർ കമ്പോണൻറ്റ് ഓഫ് വെക്ടർ യു അലോങ് വെക്ടർ എ. ഇത് വെക്ടർ എയുടെ പാരലായിട്ടല്ലേ നമ്മൾ വെക്ടർ W1 കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് അതിനെ വെക്ടർ ആണ്, അതുകൊണ്ട് അതിനെ വെക്ടർ കമ്പോണൻറ്റ് എന്ന് പറയുന്നു. യു ഉപയോഗിച്ചുകൊണ്ട് കണ്ടുപിടിക്കുന്നതാണ്, യുവിൻ്റെതാണ്. യുവിൻ്റെ വെക്ടർ കമ്പോണൻറ്റ് ആണ് അലോങ് വെക്ടർ എ. ഇനി നമ്മളുടെ W2 ഉണ്ടല്ലോ, അതിനൊരു പേരുണ്ട്. W2 കിട്ടാൻ എന്ത് ചെയ്താൽ മതി? യു മൈനസ് W1. ഇതിനെ നമ്മൾ വെക്ടർ കമ്പോണൻറ്റ് ഓഫ് വെക്ടർ യു ഓർത്തോഗണൽ ടു വെക്ടർ എ. W2 എന്ന് പറയുന്നത് എയ്ക്ക് ഓർത്തോഗണൽ ആയിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ ഇങ്ങനെ അറിയപ്പെടുന്നു, വെക്ടർ കമ്പോണൻറ്റ് ഓഫ് വെക്ടർ യു ഓർത്തോഗണൽ ടു വെക്ടർ എ എന്നും അറിയപ്പെടുന്നു. ഇതിനൊരു നൊട്ടേഷനും ഉണ്ട്. ഈ W1നെ പ്രൊജക്ഷൻ
പ്രൊജക്ഷൻ PROJ എൻ്റെ ചുരുക്കം പ്രൊജക്ഷന്റെ ചുരുക്കമായി അങ്ങനെ ആദ്യത്തെ 4 ലെറ്റേഴ്സ് എഴുതുന്നു. പ്രൊജക്ഷൻ ഓഫ് വെക്ടർ യു, വെക്ടർ യുവിന്റെ പ്രൊജക്ഷൻ ആണ് വെക്ടർ എയിലേക്കുള്ളത് എലോങ് വെക്ടർ എ. അപ്പൊ അതുകൊണ്ട് ഇതിനെ ഇങ്ങനെ എഴുതുന്നു. ഈ W1 ഇങ്ങനെ സൂചിപ്പിക്കുന്നു പ്രൊജക്ഷൻ ഓഫ് വെക്ടർ യു എലോങ് വെക്ടർ എ. വെക്ടർ എ സഫിക്സ് ആയിട്ട് എഴുതണം. അപ്പൊ W2 എന്ന് പറയുന്നത് എന്താണ്? യു മൈനസ് പ്രൊജക്ഷൻ ഓഫ് യു എലോങ് എ. പ്രൊജക്ഷൻ ഓഫ് യു എലോങ് എ. അപ്പൊ ഈ രണ്ട് നൊട്ടേഷൻസ് യൂസ് ചെയ്യും. അപ്പൊ തിയറത്തിന്റെ എക്സാക്ട് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്. ഇങ്ങനെ പഠിച്ചു വെക്കണം. ആ യുണീക്നെസ്സും കൂടി സ്റ്റേറ്റ്മെന്റിൽ ഉൾപ്പെടുത്തണം. If vector u and vector a are vectors in Rn, and if vector a not equal to 0, then vector u can be expressed in exactly one way. ഒരേ ഒരു രീതിയിൽ മാത്രം. In the form vector u is equal to vector w1 plus vector w2, where vector w1 is a scalar multiple of vector a and vector w2 is orthogonal to vector a. The proof പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നമ്മൾ ഈ നൊട്ടേഷൻസ് പറയുക. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പ്രൊജക്ഷൻ ഓഫ് യു, യുവിന്റെ പ്രൊജക്ഷൻ സഫിക്സ് ആയിട്ട് എ എന്ന് എഴുതണം. എലോങ് എ വായിക്കേണ്ടത് പ്രൊജക്ഷൻ ഓഫ് യു എലോങ് എ എന്ന് വായിക്കണം. പ്രൊജക്ഷൻ ഓഫ് യു എലോങ് എ എന്ന് പറഞ്ഞാൽ നമ്മുടെ W1 ആണ്. അത് കാണാനുള്ള ഫോർമുല യു ഡോട്ട് എ ബൈ നോം എ സ്ക്വയർ ഇൻറ്റു വെക്ടർ എ. പിന്നെ വെക്ടർ കമ്പോണന്റ് ഓഫ് യു ഓർത്തോഗണൽ ടു യു. ഈ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് വെക്ടർ കമ്പോണന്റ് ഓഫ് യു എലോങ് വെക്ടർ എ ആണ്. അതിനെ പ്രൊജക്ഷൻ എന്നും അറിയപ്പെടുന്നു, ഓർത്തോഗണൽ പ്രൊജക്ഷൻ എന്നും അറിയപ്പെടുന്നു. ഓർത്തോഗണൽ പ്രൊജക്ഷൻ ഓഫ് യു ഓൺ എ, അതുകൊണ്ട് ഈ നൊട്ടേഷൻ യൂസ് ചെയ്യുന്നത്. പിന്നെ വെക്ടർ കമ്പോണന്റ് ഓഫ് യു ഓർത്തോഗണൽ ടു എ, അതിനെ യു മൈനസ് പ്രൊജക്ഷൻ ഓഫ് യു എലോങ് എ എന്ന് സൂചിപ്പിക്കാം. അതിന് യുവിൽ നിന്ന് നമ്മുടെ W1 അല്ലെങ്കിൽ ഈ പ്രൊജക്ഷനെ മൈനസ് ചെയ്താൽ മതി. അതിൻ്റെ ഒരു ചോദ്യം കൂടി ചെയ്യാൻ അറിയണം. ക്വസ്റ്റ്യൻ നോക്കാം. ലെറ്റ് വെക്ടർ യു ഇസ് ഈക്വൽ ടു 3 സ്പേസിലെ വെക്ടർ ആണ് 2 - 1 3 ആൻഡ് വെക്ടർ എ ഇസ് ഈക്വൽ ടു 4 - 1 2. ഫൈൻഡ് ദ വെക്ടർ കമ്പോണന്റ് ഓഫ് യു എലോങ് വെക്ടർ എ. അതാണ് W1 കണ്ടുപിടിക്കണം. ആൻഡ് ദ വെക്ടർ കമ്പോണന്റ് ഓഫ് യു ഓർത്തോഗണൽ ടു വെക്ടർ എ എന്ന് വെച്ചാൽ W2 കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് തന്നേക്കുന്ന കാര്യങ്ങൾ എടുത്തെഴുതാം. വെക്ടർ എയും വെക്ടർ യുവും. ഇവിടെ വെക്ടർ യു എന്ന് പറയുന്നത് 2 - 1 3. വെക്ടർ എ 4 - 1 2. നമുക്ക് ഇതിൽ നിന്ന് കണ്ടെത്തേണ്ട കാര്യങ്ങൾ W1 ഉം W2 ഉം കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യം ഇവരുടെ ഡോട്ട് പ്രോഡക്റ്റ് കാണുക. അത് നമുക്ക് വേണം. യു ഡോട്ട് എ, എങ്ങനെ ഡോട്ട് പ്രൊഡക്റ്റ് കാണുന്നത്? കറസ്പോണ്ടിങ് കമ്പോണൻസ് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യണം. 2 × 4, ആദ്യത്തെ കമ്പോണന്റുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നത് 2 × 4 പ്ലസ് -1 × രണ്ടാമത്തെ കമ്പോണന്റുകൾ ഇവിടെ -1 ആണ്, -1 × -1 പ്ലസ് മൂന്നാമത്തെ കമ്പോണന്റുകൾ ഇവിടെ 3 × ഇവിടെ 2 3 × 2 ഈക്വൽസ് ഇവിടെ 2 × 4 8 പ്ലസ് -1 × -1 1 പ്ലസ് 3 × 2 6 ആഡ് ചെയ്യുമ്പം 14. യു ഡോട്ട് എ 14. ഇനി നമുക്ക് വേണ്ടുന്ന ഒരു കാര്യം നോം എ സ്ക്വയർ. നോം കാണാൻ എന്തോ ചെയ്യേണ്ടത്? കമ്പോണന്റുകളെ സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്ത് റൂട്ട് എടുക്കണം. പക്ഷെ ഇവിടെ സ്ക്വയർ ഉണ്ട്, നോം എയുടെ സ്ക്വയർ, അപ്പോൾ റൂട്ട് എടുക്കണ്ട. കമ്പോണന്റ് സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്താൽ മതി. 4 സ്ക്വയർ പ്ലസ് -1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ. ഇവിടെ എയുടെ നോമിന്റെ സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 16 പ്ലസ് 1 പ്ലസ് 4 ഈക്വൽസ് 21. ഇനി നമുക്ക് ആ ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വെക്ടർ കമ്പോണന്റ് ഓഫ് വെക്ടർ യു എലോങ് വെക്ടർ എ. അതിന്റെ നൊട്ടേഷൻ ആണ് പ്രൊജക്ഷൻ ഓഫ് വെക്ടർ യു ന്റെ ചുവട്ടിലായിട്ട് വെക്ടർ എ എലോങ് വെക്ടർ എ is equal to the formula u dot a divided by norm a square into vector a. u dot a നമ്മൾ കണ്ടു, u dot a എന്ന് പറയുന്നത് 14 ആണ്.
അതിവിടെയൊക്കെ കൊടുക്കാം. ദിസ് ഈസ് ഈക്വൽ ടു 14, ഡിനോമിനേറ്റർ നോം എ സ്ക്വയർ ആണ്, അത് 21, 14/21 ഇൻറ്റു വെക്ടർ എ ഈക്വൽസ് 14/21 നമുക്ക് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 2/3 എന്നാകും. 2/3 വെക്ടർ എ ഈക്വൽസ് 2/3 ഇൻറ്റു വെക്ടർ എ നമുക്ക് തന്നിട്ടുണ്ടല്ലോ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വെക്ടർ എ എന്ന് പറയുന്നത് 4 - 1 2 ആണ്. 4 - 1 2 4 - 1 2. ഇതിൽ 2/3 കൊണ്ട് നമുക്ക് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 2/3 കൊണ്ട് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 × 4 8/3, 2 × -1 -2/3, 2 × 2 4 4/3. സോ പ്രൊജക്ഷൻ ഓഫ് യു അലോങ് വെക്ടർ എ എന്ന് പറയുന്നത് 8/3 -2/3 4/3.